വീർപാട് മന്നത്ത് മടപ്പുര ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ഉച്ചാർത്തിറ മഹോത്സവത്തിന് ഫെബ്രുവരി 9 തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വീർപാട് മന്നത്ത് മടപ്പുര മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഉച്ചാർത്തിറ ഉത്സവത്തിന് ഫെബ്രുവരി 9 തുടക്കമാകും. മലയോരത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണിത്. 50 വർഷം മുമ്പ് സ്ഥാപിതമായ മടപ്പുര മന്നത്ത് തറവാട്ടുകാരുടെ സ്വന്തമായിരുന്നു. 15 വർഷം മുമ്പ് വീർപാട് പ്രദേശത്തെ നാട്ടുകാർ ചേർന്ന് ക്ഷേത്ര കമ്മിറ്റിക്ക് രൂപം നൽകി. വീർപാട് മന്നത്ത് മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ ഈ വർഷത്തെ ഉച്ചാർത്തിറ മഹോത്സവം 2026 ഫെബ്രുവരി 9, 10, 11 തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഉത്സവത്തിൻ്റെ ഭാഗമായി 9-ാം തീയതി സാംസ്കാരിക സമ്മേളനവും തുടർന്ന് കോഴിക്കോട് ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് വരുന്ന 2 ദിവസങ്ങളിൽ ആദ്യത്തെ ദിവസം പ്രധാനമായും ഘോഷയാത്രയാണ്. വളരെ വിപുലമായ രീതിയിലാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. നിശ്ചല ദൃശ്യങ്ങളും അതുപോലെ തന്നെ ചെണ്ടമേളത്തോടു കൂടിയതും അതോടൊപ്പം അതിൽ കലശവും ക്ഷേത്രത്തിൻ്റെ പ്രധാന ചടങ്ങായ കലശവും അതിൽ ഉൾപ്പെടുന്നതാണ്. അത് തുടർന്ന് ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളാണ്. അതായത് വെള്ളാട്ടം, തിരുവപ്പന, ഭഗവതി എന്നീ തെയ്യക്കോലങ്ങളും ഈ 2 ദിവസങ്ങളായിട്ട് നടക്കും. വളരെ ദൂരെ നിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ സമീപ പ്രദേശത്ത് നിന്ന് മാത്രമല്ല, വളരെ അകലെ നിന്ന് പോലും ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി ജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. അതോടൊപ്പം ഈ ഉത്സവ ദിവസങ്ങളിലെല്ലാം തന്നെ അന്നദാനവും നമ്മൾ കൊടുക്കാറുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് നേർച്ചകളും, അതായത് തിരുവപ്പന, ഭഗവതി, വെള്ളാട്ടം എന്നിവയ്ക്ക് സാധാരണ ഭക്തജനങ്ങളുടെ നേർച്ചകളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്നദാനവും ഒക്കെ എല്ലാവരുടെയും നാട്ടുകാരുടെയൊക്കെ മുഴുവൻ സഹകരണത്തോടു കൂടിയാണ് അതിൻ്റെ അന്നദാനവും ഒക്കെ നമ്മൾ വളരെ ഭംഗിയായി നടത്താൻ നമുക്ക് സാധിക്കുന്നത്. നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പ്രത്യേകിച്ച് നമ്മുടെ ഇതിനടുത്തുള്ള ക്ഷേത്രങ്ങളായ കാനക്കരി അതുപോലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളുടെ ഒക്കെ സഹകരണത്തോടു കൂടി തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഉത്സവം നടത്താൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവാറുണ്ട്. ഇവിടുത്തെ ചടങ്ങ് എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭഗവതി, അതുപോലെ വെള്ളാട്ടം, തിരുവപ്പന എന്നിവയാണ് ചടങ്ങ് ഉള്ളത് പ്രധാനമായിട്ട്. അതോടൊപ്പം മറ്റ് കലാപരിപാടികളും ഘോഷയാത്ര, സാംസ്കാരിക സമ്മേളനം ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഇപ്പോൾ ചേർക്കാറുണ്ട്. അങ്ങനെ 2 ദിവസങ്ങൾ എന്നുള്ളത് കൂടി 3 ദിവസത്തിലെ പരിപാടി എന്നുള്ള നിലക്കാണ് ഇപ്രാവശ്യം ആലോചിച്ചിട്ടുള്ളത്. വളരെ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയാണ് ക്ഷേത്ര കമ്മിറ്റി എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡെക്കറേഷൻ, അതുപോലെ തന്നെ ഭക്ഷണ കമ്മിറ്റി, വിവിധ കമ്മിറ്റികൾ ചേർന്നുകൊണ്ട് എല്ലാ കമ്മിറ്റിയും വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഉത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ കമ്മിറ്റികളുടെയും സജീവമായ പങ്കാളിത്തവും അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ നാട്ടുകാരുടെ മുഴുവൻ സഹകരണവും ഇതിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാറുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായി മുത്തപ്പൻ വെള്ളാട്ടവും അന്നദാനവും നടത്താറുണ്ട്. ഉച്ചാർത്തിറ ഉത്സവത്തിന്റെ ഭാഗമായി മുത്തപ്പൻ, ഭഗവതി തുടങ്ങിയ തിരുമുടി കെട്ടിയാടും. ഈ വർഷത്തെ ഉത്സവം ഫെബ്രുവരി 9 തുടങ്ങി 11 സമാപിക്കും. താലപ്പൊലി ഘോഷയാത്ര, തിരുവപ്പന, വെള്ളാട്ടം, ഭഗവതി തിറ, സാംസ്കാരിക സമ്മേളനം തുടങ്ങിയവ ഉണ്ടാകുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് MO പവിത്രൻ മാസ്റ്റർ പറഞ്ഞു. മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് വീർപാട് മന്നത്ത് മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ ഉച്ചാർത്തിറ മഹോത്സവം അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി നടത്തിവരുന്ന ഉത്സവത്തിന് നിറപ്പകിട്ടേകി വിവിധങ്ങളായ പരിപാടികളോട് കൂടിയാണ് കുറച്ചു വർഷങ്ങളായി ഈ ഉത്സവം നടക്കാറുള്ളത്. മുത്തപ്പന്റെ അനുഗ്രഹം തേടി നിരവധി ഭക്തരാണ് ജാതി മതഭേദമന്യേ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തുന്നത്. ഇത്തവണയും വിവിധങ്ങളായ പരിപാടികളോട് കൂടിയാണ് ക്ഷേത്ര കമ്മിറ്റി ഈ ഉച്ചാർത്തിറ മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നതും ആലോചന നടത്തിയതും. ഫെബ്രുവരി മാസം 9-ാം തീയതി ആരംഭിക്കുന്ന ഉച്ചാർത്തിറ മഹോത്സവത്തിന് നിറപ്പകിട്ടേകാൻ വിവിധങ്ങളായ പരിപാടികൾ ഇവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. മുത്തപ്പന്റെ അനുഗ്രഹം തേടിയെത്തുന്നവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തുകയാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ. ഈ ഉത്സവത്തിൽ നമുക്കും പങ്കാളികളാകാം. മുത്തപ്പന്റെ അനുഗ്രഹം തേടിയെത്തുന്നവർക്ക് ആശ്വാസമായി, അവർക്ക് സമാശ്വാസമായി ഈ ഉച്ചാർത്തിറ മഹോത്സവം മാറട്ടെ എന്ന് നമുക്ക് അനുഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. വീർപാട് മന്നത്ത് മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്നും KV ഉത്തമൻ.